നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സത്യൻ, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസീഷ്യനാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം റമദാൻ നോമ്പിൻ്റെ ഗുണങ്ങളും നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ അത്താഴം കഴിക്കുമ്പോഴും വൈകുന്നേരം നോമ്പ് തുറകയെന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും അസുഖങ്ങൾ നിയന്ത്രിക്കാനും ശരീരം മെലിയാനും അതുപോലെ ശരീരത്തിലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാനും ഈ റമദാൻ മാസത്തെ നമുക്ക് എങ്ങനെ ഉപകരിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഒരു മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു വിശുദ്ധ മാസമാണ് ഈ റമദാൻ മാസത്തെ നോമ്പ് കാലം. പലതരത്തിലുള്ള ആളുകൾ നോമ്പ് നോൽക്കാറുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ നമ്മളെ കാണാൻ വരുമ്പോൾ വയ്യ, അസുഖമാണ്, പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾ കൂടി വളരെ പ്രായമേറിയ ആളുകൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ പറയുന്ന ഒരു കാര്യമുണ്ട്, നോമ്പ് എനിക്ക് എന്തായാലും എടുത്തേ മതിയാകൂ എന്നതിനെക്കുറിച്ച്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ആളുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചാണ്. ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ഈ ഒരു നോമ്പ് കാലത്ത് എല്ലാവർക്കും വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, അതൊരു സൈക്കോളജിക്കൽ ബൂസ്റ്റ് എന്ന് പറയാം നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ശരിയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങൾ തടയാനും നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് സഹായകമായിട്ട് വരും. നമുക്കറിയാം, റംസാൻ കാലത്ത് നോമ്പ് നോൽക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ കഴിക്കാതെ പൂർണ്ണമായ ഫാസ്റ്റിംഗ് ആണ് റമദാൻ നോമ്പ്. അപ്പോൾ റമദാൻ നോമ്പ് കാലത്ത് എല്ലാവരും 2 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന് യൂഷ്വലി രാവിലെ ഒരു 4 മുതൽ 5 മണിക്കിടയിലും അത്താഴം കഴിക്കുന്നു. അതുപോലെ തന്നെ നോമ്പ് തുറ വൈകുന്നേരം 6:30 മണിക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി, അല്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരു നല്ലത് നോക്കി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ തടിയുള്ളവർക്ക് ശരീരം മെലിയാനും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ മാസത്തെ നോമ്പ് നമുക്ക് എങ്ങനെ സഹായപ്രദമാക്കാം എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ കഴിക്കുന്ന അത്താഴത്ത് നമ്മൾ കേരളീയർ സാധാരണ കഴിക്കുന്നത് അരിഭക്ഷണമാണ്. അരിഭക്ഷണത്തിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഒരു ഗുണമെന്ന് സാധാരണ നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പോകുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലത്ത് അരിഭക്ഷണം രാവിലെ കഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ഡൈജഷൻ നടക്കുന്നത് കൊണ്ട് ഒരു 10 മണി 11 മണി രാവിലെ ആകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ക്ഷീണം അല്ലെങ്കിൽ വിശപ്പ് എന്നിവയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് അരി മാറ്റിവെച്ച് ഗോതമ്പ് കൊണ്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം, ഗോതമ്പ്, ഓട്സ് എന്നിവ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ദോശ, ചപ്പാത്തി, അതുപോലെ ഓട്സ് കൊണ്ടുണ്ടാക്കിയ പുട്ട്, ഓട്സ്, കഞ്ഞി, ഇങ്ങനെയെല്ലാം രാവിലത്തെ അത്താഴത്തിന് കഴിക്കുകയാണെങ്കിൽ ഇവ ഡൈജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറച്ചുകൂടി കൂടുതലാണ്. ഒരു 6 മുതൽ 7 മണിക്കൂർ സമയത്തേക്ക് വിശപ്പ് അനുഭവപ്പെടാതെയും അതുപോലെ തന്നെ ക്ഷീണമൊന്നും അനുഭവപ്പെടാതെയും അതുപോലെ ശരീരത്തിൻ്റെ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാനൊക്കെ ഈ ഭക്ഷണങ്ങൾ സഹായിക്കും. അതുകൊണ്ട് അത്താഴത്തിന് സ്വീകരിക്കുന്നത് ഈ ഒരു രീതി ആയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. അത് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കുന്നില്ല. ബോഡിയിൽ ഒരു ഇഷ്യൂ വരുന്നത് ഡീഹൈഡ്രേഷനാണ്, നിർജ്ജലീകരണം. ഇതാണ് നമ്മൾ നോമ്പിൻ്റെ സമയത്ത് തടയേണ്ട ഒരു കാരണം നിർജ്ജലീകരണം വന്നു കഴിയുമ്പോൾ ക്ഷീണം ഒരുപാട് കൂടുകയും വേറെ ക്രിയാറ്റിനിൻ ശരീരത്തിൽ കൂടാനും കിഡ്നി അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. ഇത് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്ന രോഗികളാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരങ്ങ വെള്ളം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കുടിക്കാറുണ്ട് നോമ്പ് തുറക്കുമ്പോഴൊക്കെ. ആ സമയത്ത് നാരങ്ങ നീര് വെള്ളം കൂടുതലാക്കി നേർത്ത രീതിയിൽ കുടിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാവർക്കും അറിയാം, നാരങ്ങ സിട്രസ് ഫ്രൂട്ടാണ്, അതിൽ ആസിഡ് ഉണ്ട്. അതുകൊണ്ട് ആസിഡിറ്റി, കുറേ നേരം ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായും വയറിനുള്ളിൽ ഗ്യാസ് നിറഞ്ഞിരിക്കുകയും അസിഡിറ്റിക്ക് കാരണമാകാറുണ്ട്. നോമ്പ് തുടർന്ന് ആദ്യത്തെ ആഴ്ചകളിൽ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ അസിഡിറ്റി എന്ന് പറയുന്നത്. നാരങ്ങ നീര് നല്ല രീതിയിൽ, നേർത്ത രീതിയിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഡൈജഷൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അത്താഴത്തിലും ഇതേപോലെ ഫ്രൂട്ട്സ് പ്ലസ്
ഈ ഫൈബർ റിച്ച് ഡയറ്റ്, അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സലാഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ കഴിക്കുന്നതും വളരെ നല്ലതാണ്. രാവിലെ 2-3 ഡേറ്റ്സ് കഴിക്കുന്നതും നല്ലതാണ്. ഇതെല്ലാം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണമായതിനാൽ നമ്മൾക്ക് വിശപ്പ് അധികം അനുഭവപ്പെടാതെയും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈജഷൻ സംഭവിക്കുകയും ക്ഷീണം ഒഴിവാക്കാനും ഇവ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇതെല്ലാം ഹെൽത്തി ഡയറ്റ്സ് ആണ്. ഇത് കാരണം ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാരയ്ക്ക, ഈന്തപ്പഴം, ഇളനീര് അല്ലെങ്കിൽ നാരങ്ങ നീര് ഇതൊക്കെ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അത് വളരെ സയൻറ്റിഫിക് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതെ വൈറൽ ഗ്യാസ് ഫോം ചെയ്യുന്ന സമയത്ത് ഇരുന്നിരിക്കും. ആ സമയത്താണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ലഘുവായ ഭക്ഷണങ്ങൾ കൊണ്ട് നോമ്പ് തുറക്കുന്നത് അസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും, ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനും അത് സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു, ലൈം ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഡൈജഷനെ സഹായിക്കും. പിന്നെ അതിൻ്റെ കൂടെ ചിലവർ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ഈ ഫ്രൂട്ട്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മിശ്രിതം കഴിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ശരീരത്തിന് കുറച്ചുകൂടി സഹായകമാകുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇഫ്താർ വിരുന്നുകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ് ഈ നോമ്പ് കാലം. നല്ലതാണ് വിരുന്നുകളൊക്കെ, പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ക്രമം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇഫ്താർ വിരുന്നുകളിൽ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ട, അതുപോലെ റെഡ് മീറ്റ്, ബീഫ്, ഹെവി ഫുഡ്സായ ബിരിയാണി ഇതൊക്കെയാണ് കൂടുതൽ സെർവ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഹാഫ് സ്റ്റൊമക്ക് ഫുഡാണ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റൊമക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഫുഡ് കഴിക്കുന്നതിലും ഹെവി ഫുഡ് കഴിക്കുന്നതിലും നല്ലത് ഒരു അരവയർ ഭക്ഷണം കഴിക്കുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസ് ഒഴിവാക്കാനും അതുപോലെ ഒരു ഹെവി ഫുഡ് കുറേ നേരത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം കഴിക്കുമ്പോൾ ഡൈജഷൻ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വിഷയം, വറുത്തതും പൊരിച്ചതുമായ ഓയിലി ഫുഡ്സ് ഈ കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ എന്നീ മെഡിസിൻ കഴിക്കുന്നവരും അതുപോലെ കുറച്ച് വെയിറ്റ് കൂടുതലുള്ളവരൊക്കെ ഇത് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാതെ അതിന് പകരം അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ്, അതുപോലെ ഹൈ ഫൈബർ ഡയറ്റായ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയതും ഓട്സ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സലാഡായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ഇതിൻ്റെ കൂടെ കഴിച്ചു കഴിയുമ്പോൾ അധികം വിശപ്പ് അനുഭവപ്പെടാതെയും ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെയും കൊളസ്ട്രോൾ, ഷുഗർ, BP ഇതൊക്കെ കൺട്രോളിൽ വരുത്താനും ഈ ഒരു ഡയറ്റ് സഹായമാകും. അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണ ക്രമീകരണം നടത്തുന്നത് വഴി ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് അകറ്റാനും അതുവഴി കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാനും അമിതമായ വെയിറ്റ് കുറയ്ക്കാനും ഈ നോമ്പുകാലം സഹായകമാകും. അപ്പോൾ നോമ്പ് എടുക്കുന്നത് വഴി ശരീരം തന്നെ സ്വയം ഡീടോക്സിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ്, ശരീരത്തിലെ വേസ്റ്റ്, അൺനെസസറി ആയിട്ടുള്ള ഫാറ്റ്, അൺനെസസറി ആയിട്ടുള്ള അടിഞ്ഞുകൂടിയ വസ്തുക്കളൊക്കെ ശരീരം തന്നെ നീക്കം ചെയ്യുകയും ഈ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് വഴി അങ്ങനെ ഒരു പ്രക്രിയ ശരീരത്തിൽ നടക്കുകയും, അതുപോലെ ഈ ഒരു സഹായം കൂടി നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ ഒരു പരിധിവരെ ഈ ഒരു റമദാൻ നോമ്പ് നമുക്ക് അതിൻ്റെ പവിത്രതയിലൂടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് പ്ലസ് ഹെൽത്തി ആസ്പെക്റ്റിലും കുറച്ചുകൂടി ഉപയോഗപ്രദമാക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുന്നു.